Dear students, welcome to Learner's World. In this video, I'm going to talk about exam-oriented 6-mark questions part 2, Foundations of Letter Theory, FUGP, Semester 5, B English Language and Literature, Calicut University. Compare Russian formalism and structuralism as approaches to literary analysis. റഷ്യൻ ഫോമലിസവും സ്ട്രക്ചറലിസവും താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. റഷ്യൻ ഫോമലിസം ആൻഡ് സ്ട്രക്ചറലിസം ബോത്ത് ഫോക്കസ് ഓൺ ദ ടെക്സ്റ്റ് റാദർ ദാൻ ദ ഓതേഴ്സ് പേഴ്സണൽ ലൈഫ്. അതായത് രണ്ടും എഴുത്തുകാരൻ്റെ വ്യക്തി ജീവിതത്തേക്കാൾ ആ ഒരു ടെക്സ്റ്റിനെയാണ് കേന്ദ്രീകരിച്ച് ടെക്സ്റ്റിനെ ഇമ്പോർട്ടൻസ് നൽകി പഠിക്കുന്ന സമീപനങ്ങളാണ് രണ്ടും. ഹവെവർ റഷ്യൻ ഫോമലിസ്റ്റ് സ്റ്റഡി ദ ലിറ്റററി ഡിവൈസസ് ദാറ്റ് മേക്ക് എ ടെക്സ്റ്റ് ആർട്ടിസ്റ്റിക് സച്ച് ഇമേജറി ആൻഡ് ഡിഫോമലിയറൈസേഷൻ. എന്നാൽ റഷ്യൻ ഫോമലിസം സാഹിത്യത്തെ കലാസൃഷ്ടിയാക്കുന്ന കുറച്ച് ലിറ്റററി ഡിവൈസസ് ആയ ഡിഫോമലിയറൈസേഷൻ, അതുപോലെയുള്ള ഇമേജറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ സ്റ്റൈല് എന്നിവക്കാണ് അതിന് ഈ ഒരു റഷ്യൻ ഫോമലിസം പ്രാധാന്യം നൽകുന്നത് എന്നാണ് പറയുന്നത്. സ്ട്രക്ചറലിസ്റ്റ് സ്റ്റഡി ദ അണ്ടർലൈങ് സിസ്റ്റംസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഓഫ് ലാംഗ്വേജ് ദാറ്റ് ക്രിയേറ്റ് മീനിങ്. എന്നാൽ സ്ട്രക്ചറലിസം ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറിന് അതുപോലെ അതിൻ്റെ റൂൾസിന് നിയമങ്ങളും ഒക്കെയാണ്, അതായത് ഒരു ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ അടിസ്ഥാന ഘടനകളും നിയമങ്ങളുമാണ് അർത്ഥം സൃഷ്ടിക്കുന്നത് എന്നാണ് സ്ട്രക്ചറലിസ്റ്റുകൾ വാദിക്കുന്നത്. ഫോമലിസം ആസ് ഹൗ ഡസ് ദ ടെക്സ്റ്റ് വർക്ക്, വൈൽ സ്ട്രക്ചറലിസം ആസ് ഹൗ ഡസ് ലാംഗ്വേജ് ക്രിയേറ്റ് മീനിങ്. ബോത്ത് അപ്രോച്ചസ് ഹെൽപ്ഡ് മേക്ക് ലിറ്റററി ക്രിറ്റിസം മോർ സയൻറ്റിഫിക് ആൻഡ് ഒബ്ജക്റ്റീവ്. അതായത് ഫോമലിസം ഒരു ടെക്സ്റ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം അന്വേഷിക്കുമ്പോൾ സ്ട്രക്ചറലിസം ഭാഷ, അതായത് ലാംഗ്വേജ് എങ്ങനെ മീനിങ് സൃഷ്ടിക്കുന്നു എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. രണ്ട് സമീപനങ്ങളും സാഹിത്യ നിരൂപണത്തെ കൂടുതൽ ശാസ്ത്രീയവും വസ്തുനിഷ്ഠമാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത്, ഡിസ്കസ് ലക്കാൻസ് കോൺസെപ്റ്റ് ദാറ്റ് അൺകോൺഷ്യസ് ഈസ് സ്ട്രക്ചേർഡ് ലൈക്ക് എ ലാംഗ്വേജ്. ലക്കാൻ്റെ ഒരു കോൺസെപ്റ്റ്, അബോധ മനസ്സ് ഒരു ഭാഷയെപ്പോലെ ഘടനാപരമാണ്. Unconscious is structured like a language. Jacques Lacan reinterpreted Freud by arguing that the unconscious is structured like a language. He believed that unconscious thoughts are expressed through signs, symbols, metaphors, and language. Human identity is formed through language rather than biology alone. Since language is unstable, meaning and identity are also unstable. Literary critics use Lacan's ideas to analyze hidden meanings and psychological conflicts in text. His theory connects psychoanalysis with structuralism. ജാക്ക് ലക്കാൻ ഫ്രോയിഡിൻ്റെ ആശയങ്ങളെ പുതുക്കി വ്യാഖ്യാനിച്ചുകൊണ്ട് അൺകോൺഷ്യസ് മൈൻഡ്, അതായത് അബോധ മനസ്സ് ഒരു ഭാഷയെപ്പോലെ സ്ട്രക്ചേർഡ് ആണെന്ന് പറയുന്നുണ്ട്. അബോധ മനസ്സിലെ ചിന്തകളും ആഗ്രഹങ്ങളും പ്രതീകങ്ങളും ഭാഷ എന്നിവയിലൂടെ പ്രകടമാകുന്നു. മനുഷ്യൻ്റെ വ്യക്തിത്വം ജീവശാസ്ത്രം കൊണ്ട് മാത്രമല്ല ഭാഷയിലൂടെ രൂപപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഭാഷ സ്ഥിരമല്ലാത്തതിനാൽ വ്യക്തിത്വവും അർത്ഥവും സ്ഥിരമല്ല എന്ന് പറയുന്നുണ്ട്. സാഹിത്യ നിരൂപകർ ലക്കാൻ്റെ ആശയങ്ങൾ ഉപയോഗിച്ച് ഗ്രന്ഥങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഹിഡൻ ആയിട്ടുള്ള മീനിങ്, മാനസിക സംഘർഷങ്ങളെക്കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നു. എങ്ങനെ ലക്കാൻ സൈക്കോ അനലിറ്റിക് ക്രിറ്റിസത്തെ സ്ട്രക്ചറലിസവുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. എക്സാമിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഫാൾസ് കോൺഷ്യസ്നെസ് ഇൻ മാർക്സിസം. മാർക്സിസത്തിലെ ഫാൾ കോൺഷ്യസ്നെസ്, തെറ്റായ ബോധം എന്ന ആശയം വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. False consciousness is a Marxist concept describing a situation in which workers fail to recognize their exploitation. Instead, they accept the ideas of the ruling class as natural and beneficial. This happens because institutions such as education, religion, and media spread dominant ideology. As a result, people support a system that works against their own interest. Marxists believe that developing class consciousness helps workers understand exploitation and struggle for social change. ഫാൾസ് കോൺഷ്യസ്നെസ്, തെറ്റായ ബോധം എന്നത് തൊഴിലാളി വർഗം തങ്ങൾ ചൂഷണത്തിന് ഇരയാകുന്നു എന്ന സത്യം തിരിച്ചറിയാതെ
ഭരണവർഗത്തിൻ്റെ ആശയങ്ങളെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന അവസ്ഥയാണിത്. എഡ്യൂക്കേഷൻ, റിലീജിയൻ, മീഡിയ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഈ റൂളിംഗ് ക്ലാസ്സിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. അതിനാൽ ആളുകൾ സ്വന്തം താല്പര്യങ്ങൾക്കെതിരായ സാമൂഹിക വ്യവസ്ഥയെയും ഒക്കെ പിന്തുണക്കുന്നുണ്ട്. മാർക്സിസ്റ്റുകൾ പറയുന്നത് ക്ലാസ് കോൺഷ്യസ്നെസ്, വർഗബോധം വളർന്നാൽ മാത്രമേ തൊഴിലാളികൾ ചൂഷണം തിരിച്ചറിയുകയും സാമൂഹിക മാറ്റത്തിനായി പോരാടുകയോ ഒക്കെ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. Analyze Virginia Woolf's ideas on women and creativity in a room of one's own. എ റൂം ഓഫ് വൺസ് ഓൺ എന്ന കൃതിയിൽ സ്ത്രീകളും അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ സർഗാത്മകതയും സംബന്ധിച്ച വിർജീനിയ വൂഫിൻ്റെ ആശയങ്ങൾ വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ എ റൂം ഓഫ് വൺസ് ഓൺ, വിർജീനിയ വൂഫ് ആർഗ്യൂസ് ദാറ്റ് വുമൻ നീഡ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് എ പേഴ്സണൽ സ്പേസ് ടു ബിക്കം എ സക്സസ്ഫുൾ റൈറ്റേഴ്സ്. വിർജീനിയ വൂഫിൻ്റെ വർക്കായിട്ടുള്ള എ റൂം ഓഫ് വൺസ് ഓൺ എന്ന കൃതിയിൽ, ആ ഒരു ലിറ്റററി ടെക്സ്റ്റിൽ, ഒരു സ്ത്രീക്ക് മികച്ച എഴുത്തുകാരിയാകാൻ സാമ്പത്തിക സ്വാതന്ത്ര്യവും സ്വന്തമായിട്ടൊരു മുറിയും ആവശ്യമാണെന്ന് വാദിക്കുന്നുണ്ട്. ഷീ ഫേമസ്ലി സേസ് ദാറ്റ് എ വുമൺ മസ്റ്റ് ഹാവ് മണി ആൻഡ് എ റൂം ഓഫ് ഹെർ ഓൺ ഇഫ് ഷീ ഈസ് ടു റൈറ്റ് ഫിക്ഷൻ. Wolf explains that women were historically denied education, freedom and opportunities, which limited their creativity. She encourages women to write their own experiences and challenge male dominance in literature. Her work is a landmark text in feminist literary criticism. ഒരു സ്ത്രീക്ക് കഥ എഴുതണമെങ്കിൽ പണവും സ്വന്തമായി ഒരു മുറിയും ഉണ്ടായിരിക്കണം എന്നതാണ് അവരുടെ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ, ഫേമസ് ആയിട്ടുള്ള വാക്കുകളാണ്. ചരിത്രപരമായി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും സ്വാതന്ത്ര്യവും അവസരങ്ങളും നിഷേധിക്കപ്പെട്ടതിനാൽ അവരുടെ സർഗാത്മകത, അവരുടെ ക്രിയേറ്റിവിറ്റി വളരാൻ കഴിഞ്ഞില്ലെന്ന് അവർ പറയുന്നുണ്ട്. സ്ത്രീകൾ സ്വന്തം അനുഭവങ്ങൾ എഴുതുകയും സാഹിത്യത്തിലെ പുരുഷാധിപത്യത്തെ ചോദ്യം ചെയ്യുകയും വേണമെന്ന് അവർ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഫെമിനിസ്റ്റ് സാഹിത്യ നിരൂപണത്തിലെ പ്രധാന കൃതികളിലൊന്നാണ് എ റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറയുന്നത്. ഡിസ്കസ് ഡെറിഡാസ് കോൺസെപ്റ്റ് ഓഫ് ഡിഫറൻസ് വിത്ത് സ്യൂട്ടബിൾ ഇല്ലുസ്ട്രേഷൻസ്. ഡെറിഡയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആശയം ഉദാഹരണ സഹിതം വിശദീകരിക്കുക. ഡിഫറൻസ് is a concept developed by Jacques Derrida. It combines the idea of difference and differential. A word gets its meaning because it differs from other words, and its meaning is always postponed as it depends on other words. Therefore, meaning is never complete or fixed. ഡിഫറൻസ് എന്ന് പറയുന്നത് ജാക്സ് ഡെറിഡ അവതരിപ്പിച്ച ഒരു പ്രധാന ആശയമാണ്. ഡിഫറൽ, അതുപോലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം, ഡിഫറൽ എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കുക, എന്നീ രണ്ട് ആശയങ്ങളുടെ സംയോജനമാണ് ഒരു വാക്കിന് അർത്ഥം ലഭിക്കുന്നത്. സംയോജനമാണ് ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരു വേർഡിന് മീനിങ് ഉണ്ടാകുന്നത് മറ്റൊരു വേർഡിൽ നിന്നുള്ള വ്യത്യാസം കൊണ്ടാണ്. ഒരു വേർഡ് മറ്റൊരു വേർഡിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് കൊണ്ടാണ് അതിന് മീനിങ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട്. അതേസമയം ആ ഒരു മീനിങ് മറ്റൊരു വേർഡിനെ ആശ്രയിക്കുന്നതിനാൽ അത് എപ്പോഴും നീട്ടിവെക്കപ്പെടുന്നു. അതിനാൽ ഒരു വാക്കിനും സ്ഥിരമായ അർത്ഥമില്ല എന്ന് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ മീനിങ് ഓഫ് ദ വേർഡ് ലൈറ്റ് ചേഞ്ചസ് ഡിപ്പെൻഡിങ് ഓൺ വെദർ ഇറ്റ് റെഫേഴ്സ് ടു ബ്രൈറ്റ്നസ് ഓർ വെയ്റ്റ്. ഡിഫറൻസ് ഷോസ് ദാറ്റ് ലാംഗ്വേജ് ഓൾവേസ് പ്രൊഡ്യൂസസ് മൾട്ടിപ്പിൾ ഇൻ്റർപ്രിട്ടേഷൻസ്. ഉദാഹരണത്തിന് ലൈറ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിന് വെളിച്ചം എന്നും ഭാരം കുറഞ്ഞത് എന്ന് രണ്ടർത്ഥങ്ങളുണ്ട്. ലൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റായിട്ട്, ലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശം, വെളിച്ചം, അതോടൊപ്പം തന്നെ ഭാരം കുറഞ്ഞത് എന്നുള്ള മീനിങ്ങും ഉണ്ട്. അതിനാൽ ഭാഷയ്ക്ക് ഒരൊറ്റ മീനിങ് ഇല്ല, ഒരൊറ്റ ഫിക്സഡ് മീനിങ് ഇല്ല എന്ന് ഡെറിഡ തെളിയിക്കുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സർവിലിയൻസ് ആൻഡ് ഡിസിപ്ലിനറി പവർ ഇൻ ഫുക്കോ. ഫുക്കോയുടെ സർവിലിയൻസ് മീൻസ് നിരീക്ഷണം, ഡിസിപ്ലിനറി പവർ അച്ചടക്ക അധികാരം തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുക. മിഷേൽ ഫുക്കോ argued that modern society controls people through surveillance rather than physical punishment. Constant observation encourages individuals to discipline themselves. Schools, hospitals, offices, factories and prisons monitor behavior through rules, records and supervision. This creates disciplinary power where people obey because they believe they are being watched. Foucault used the panopticon as a symbol of this system. The surveillance becomes an effective means of social control.
മിഷേൽ ഫുക്കോ ആധുനിക സമൂഹം ആളുകളെ നിയന്ത്രിക്കുന്നത് ശാരീരിക ശിക്ഷയിലൂടെയല്ല, നിരീക്ഷണത്തിലൂടെയാണെന്ന് വാദിക്കുന്നുണ്ട്. ആളുകൾ നിരന്തരം നിരീക്ഷിക്കപ്പെടുന്നു എന്ന് കരുതുമ്പോൾ അവർ സ്വയം നിയന്ത്രിതരാകുന്നു. സ്കൂളുകൾ, ആശുപത്രികൾ, ഓഫീസുകൾ തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ നിയമങ്ങളും മേൽനോട്ടവും ഉപയോഗിച്ച് ആളുകളെ നിയന്ത്രിക്കുന്നുണ്ട്. ഇതാണ് ഡിസിപ്ലിനറി പവർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രതീകമായി ഫൂക്കോ പനോപ്റ്റിക്കോൺ എന്ന ആശയം ഉപയോഗിച്ചു. അതിനാൽ നിരീക്ഷണം സാമൂഹിക നിയന്ത്രണത്തിൻ്റെ പ്രധാന ഉപാധിയാണ്. ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് അതർനെസ് ഇൻ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ. പോസ്റ്റ് കൊളോണിയൽ സാഹിത്യത്തിൽ അതർനെസ് എന്ന ആശയം വിശദീകരിക്കുക. Otherness refers to the process of treating certain people or culture as different, inferior, or outsiders. Colonial powers often portrayed colonized people as the other, while presenting themselves as superior and civilized. And this created stereotypes and justified colonial rule. Post-colonial literature challenges these representations by giving voice to marginalized communities and celebrating their cultures. Writers such as Chinua Achebe and Salman Rushdie question colonial ideas and reclaim identity. അതർനെസ് എന്ന് പറഞ്ഞാൽ ചില ആളുകളെയോ സംസ്കാരങ്ങളെയോ വ്യത്യസ്തരും താഴ്ന്നവരുമായിട്ട് മറ്റുള്ളവരായി ചിത്രീകരിക്കുന്ന പ്രക്രിയയാണ്. അതായത് ചില മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ, ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്താറുണ്ട്. അതിനെയാണ് അതർനെസ് എന്ന് പറയുന്നത്. അതായത് ഈ കോളനൈസേഴ്സ് കോളനൈസ്ഡ് ആയിട്ടുള്ള കോളനിവൽക്കരിക്കപ്പെട്ട ആളുകളെ മാറ്റി നിർത്താൻ അതർനെസ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഈ കോളനി വൽക്കരണ സമയത്ത് കോളനികളിലെ ജനങ്ങളെ അതറായിട്ട് അവതരിപ്പിക്കുകയും അതായത് കോളനൈസേഴ്സിനെ കുറച്ചും കൂടെ സുപ്പീരിയർ ആയിട്ട് ചിത്രീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിലൂടെ നിരവധി തെറ്റിദ്ധാരണകളും മുൻവിധികളൊക്കെ രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്. പോസ്റ്റ് കൊളോണിയൽ സാഹിത്യം ഇത്തരം ചിത്രീകരണങ്ങളെ ചോദ്യം ചെയ്യുകയും അവഗണിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ശബ്ദത്തിനും സംസ്കാരത്തിനും പ്രാധാന്യം നൽകുകയൊക്കെ ചെയ്തു. ചിനുവ അച്ചേബെ, സൽമാൻ റഷ്ദി തുടങ്ങിയിട്ടുള്ള എഴുത്തുകാർ കോളനി ആധിപത്യത്തെ വിമർശിക്കുകയും സാംസ്കാരികമായിട്ടുള്ള ആ ഒരു സംസ്കാരം വീണ്ടെടുക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. അനലൈസ് ദ ഫ്രാഗ്മെൻറ്റഡ് സെൽഫ് ഇൻ പോസ്റ്റ് മോഡേൺ കൾച്ചർ. പോസ്റ്റ് മോഡേൺ സംസ്കാരത്തിലെ ഫ്രാഗ്മെൻറ്റഡ് സെൽഫ് വിശകലനം ചെയ്യുക. പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സ് ആർഗ്യൂഡ് ദാറ്റ് ഐഡൻറ്റിറ്റി ഈസ് നോട്ട് ഫിക്സഡ് but fragmented and constantly changing. People's identities are influenced by media, technology, consumer culture and social rules. പോസ്റ്റ് മോഡേൺ ചിന്തകരുടെ അഭിപ്രായത്തിൽ ഐഡൻറ്റിറ്റി, മനുഷ്യരുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് സ്ഥിരമായ ഒന്നല്ല, അത് ഫ്രാഗ്മെൻറ്റഡ് ആണ്, ഫിക്സഡ് അല്ല, അതിങ്ങനെ ചിന്നിച്ചിതറിക്കൊണ്ടേ ഇരിക്കും എന്നാണ് പറയുന്നത്. അതായത് സോഷ്യൽ മീഡിയ, അത് കൺസ്യൂമർ കൾച്ചർ, സാമൂഹിക സാഹചര്യങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലൊക്കെ ഒരാളുടെ ഐഡൻറ്റിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. There is no single stable self in postmodern society. Instead, identity is fluid and shaped by language, culture, and experience. This idea is a key feature of postmodern thought. അതായത് ഒരാൾ വിവിധ സാഹചര്യങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ സ്വയം അവതരിപ്പിക്കുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ആളുകൾ പലവിധ വ്യക്തിത്വങ്ങളെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഒരു ഒറ്റ സ്ഥിരമായ ഐഡൻറ്റിറ്റി എന്ന ആശയം പോസ്റ്റ് മോഡേണിസം അംഗീകരിക്കുന്നില്ല. ഭാഷയും സംസ്കാരവും അനുഭവങ്ങളും ചേർന്നതാണ് വ്യക്തിത്വം രൂപപ്പെടുന്നതെന്ന് ഈ സിദ്ധാന്തം പറയുന്നുണ്ട്. ഓക്കെ.